വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് എപ്പോഴാണ് HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നത്, ഈ HCG ഹോർമോൺ നമുക്ക് നാച്ചുറലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെയുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. HCG ഹോർമോൺ ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപിൻ, ഈ ഹോർമോൺ നമുക്ക് പ്രൊഡ്യൂസ് ആവുന്നത് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ, അതായത് ഓവുലേഷൻ നടന്നു, ഓവുലേഷൻ സക്സസ്ഫുള്ളായി, ഇംപ്ലാന്റേഷൻ നടന്നു, നമുക്ക് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലോട്ട് പറ്റി പിടിച്ച് തുടങ്ങി, യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അത് ഇംപ്ലാന്റായി. അതിന് ശേഷം ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം പ്ലാസൻ്റ ഉണ്ടാവുന്നു. ഈ പ്ലാസൻ്റയാണ് HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ HCG ഹോർമോൺ നമുക്ക് പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 ഡേയ്സിലൊക്കെ ചിലപ്പോൾ ഈ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഈ HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, സാധാരണ കേസുകളിൽ HCG ഹോർമോൺ ഇൻക്രീസ് ആകുന്നത് നാച്ചുറലിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് HCG ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും മെഡിസിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ നമുക്ക് HCG ഹോർമോൺ ഇൻക്രീസ് ആവില്ല. ഈ HCG ഹോർമോൺ ഓരോ 48 മണിക്കൂറിലും ഇൻക്രീസ് ആകുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി ആണോ, നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നെല്ലാം നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവായി HCG ഹോർമോൺ നമുക്ക് കുറവായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് നിങ്ങൾ ഡോക്ടേഴ്സിനാണെങ്കിലും നിങ്ങൾ ചോദിക്കും നമുക്ക് HCG ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. പക്ഷെ അവർ വരെ നമുക്കൊരു മെഡിസിനും HCG ഇൻക്രീസ് ചെയ്യാനായിട്ട് തരാനില്ല. കാരണം നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആണെങ്കിൽ എന്തായാലും HCG ഹോർമോൺ ഇൻക്രീസ് ആകും. ഹെൽത്തി ആയിട്ടുള്ള അല്ലാതായിട്ടുള്ളൊരു പ്രഗ്നൻസി നമ്മൾ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു തരത്തിലുള്ളൊരു കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അത് നമുക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് വഴികളില്ല. മറിച്ച് അതൊന്ന് ഇൻക്രീസ് ആയി വരികയാണെങ്കിൽ, അതായത് ആവശ്യത്തിനൊരു ഗ്രോത്ത് ഒരു 6 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ പിന്നെ അത് പിടിച്ചു നിർത്താനായിട്ട് നമുക്കിപ്പോൾ പ്രൊജസ്ട്രോൺ മെഡിസിൻ തന്നിട്ടോ അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ വെച്ചിട്ടോ ഒക്കെ ഡോക്ടേഴ്സ് അത് പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. ഈ HCG ഹോർമോൺ ഇൻക്രീസ് ആവുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ പ്രഗ്നൻസി ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസീവ് ആകാൻ ട്രൈ ചെയ്യുമ്പോഴോ, അതായത് ട്രൈ ചെയ്യുന്നതിന് മുൻപും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഓരോ സമയത്തും നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും നിങ്ങളുടെ ശരീരത്തിലേക്ക് ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും ബെനഫിറ്റ് തരുന്ന ഭക്ഷണങ്ങളായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നു, നമുക്ക് ഒരുപാട് ഫൈബർ കിട്ടും, സിങ്ക് കിട്ടും, കാൽസ്യം കിട്ടും. ഫ്രൂട്ട്സ് കഴിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. ചീര കഴിക്കുന്ന, ഇലക്കറികൾ കഴിക്കുമ്പോൾ ഒക്കെ ഫോളേറ്റ് നമ്മുടെ ശരീരത്തിലെത്തും. അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ കഴിക്കാതെ, അതായത് ഇപ്പോൾ നമ്മൾ ഷവർമ കഴിക്കുന്നു, അൽഫാം കഴിക്കുന്നു, കുഴിമന്തി കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും അവരതിൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ആഡ് ഓൺ ആയിട്ട് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് മോശമായിട്ട് തന്നെ ബാധിക്കും. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവർക്ക് എന്തായാലും ഒബിസിറ്റി ഉണ്ടാകും, വണ്ണം വയ്ക്കും, കൂടുതലായിട്ട് അത് PCOD ഉണ്ടാകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കുക. പുറത്തു നിന്ന് മാക്സിമം ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്രസിലോട്ട് ബ്ലഡ് സപ്ലൈ കൂട്ടുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും തന്നെ ചെയ്യേണ്ട കേട്ടോ. ഈസി ആയിട്ടുള്ള ഫെർട്ടിലിറ്റി യോഗാസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം നിങ്ങൾ ചെയ്യുക. ദെൻ നിങ്ങൾ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നമ്മളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് ഒരു 3 മാസം മുമ്പൊക്കെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ഫോളിക് ആസിഡ് പ്രഗ്നൻസിയുടെ തുടക്ക സ്റ്റേജിൽ കുഞ്ഞിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കുഞ്ഞിന് ഒരുപാട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾ ബോത്ത് ഹസ്ബൻഡും വൈഫും എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹസ്ബൻഡിൻ്റെ സ്പേമിലും ആ ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിലും ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് തന്നെ പോകും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ പിസ്തയൊക്കെ കഴിച്ചിരുന്നുണ്ട്. കുഞ്ഞിന് നല്ലപോലെ ഗ്രോത്ത് കുറവാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട്
എൻ്റെ അമ്മ എനിക്ക് പിസ്ത തന്നിട്ടുണ്ടായിരുന്നു, എഗ്ഗ് തന്നിട്ടുണ്ടായിരുന്നു, പാല്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കഴിക്കുകയും കുടിക്കുകയൊക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് നല്ലപോലെ കൂടിയായിരുന്നു ആ ഒരു സമയത്ത്. കാരണം കുഞ്ഞിന് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ബർത്ത് വെയിറ്റ് എന്ന കണ്ടീഷൻ കുഞ്ഞിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി കുഞ്ഞിൻ്റെ ഗ്രോത്ത് 2 ആഴ്ച കൊണ്ട് വളരെ ചേഞ്ചസ് കുഞ്ഞിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് തന്നെ, ഞാൻ സ്കാൻ ചെയ്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, കനത്ത പോളിംഗ് ആയിരുന്നല്ലേ ഏടോ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു, കഴിച്ചിരുന്നു. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങുക, എണീക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും. ഒരു 2 ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഉറക്കക്കുറവ് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കും. നിങ്ങൾക്ക് തലവേദന വരും, മറ്റുള്ള ക്ഷീണം വരും, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷനൊക്കെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകും. അതല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ഇതിൻ്റെ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉറക്കക്കുറവ് വരുന്നു, അപ്പോൾ നമ്മുടെ ശരീരം അത് ബാലൻസ് ചെയ്യണം. നമുക്ക് സ്ട്രെസ്സ് വരുന്നു, നമ്മുടെ ശരീരം അത് ബാലൻസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സെക്കൻഡറി ആയി പോകും. അപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് അത് കാരണമാകും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻപ് മുതൽ ശ്രദ്ധിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ HCG ഹോർമോൺ ഓട്ടോമാറ്റിക്കലി ഡബിൾ ആയിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ യൂട്രസിനെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനെ നേരത്തെ തന്നെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനെയും നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിലും സിഗരറ്റ് വലി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക, ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഇതെല്ലാം സ്പേമിൻ്റെ ക്വാളിറ്റിയും കൂട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് കുഞ്ഞിൻ്റെ സൗണ്ടാണ്. 2 കുട്ടികളെ വെച്ചിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ എഴുന്നേറ്റിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് അവൻ കിടന്ന് ഒച്ചയെടുക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ഡിസ്റ്റർബൻസ് ആയിട്ട് എടുക്കല്ലേ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിങ്ങൾ നേരത്തെ മുതൽ തന്നെ പ്രിപ്പയർ ആയി തുടങ്ങുക. ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിക്കോളും. HCG ഹോർമോൺ നിങ്ങളൊന്നും തന്നെ ചെയ്യാതെ ഡബിൾ ആയിക്കോളും. HCG ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ പ്രഗ്നൻസി ആണെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്തു തുടങ്ങുക. പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞതിന് ശേഷവും നിങ്ങളത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.